അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഫേസ്, അതായത് മിയോസിസ് വണ്ണിലെ പ്രോഫേസിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, എടുത്ത് അവസാനിപ്പിച്ചത്. പ്രോഫേസിലെ 5 സ്റ്റേജസ് കണ്ടു. ഏതൊക്കെയായിരുന്നു? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്, അതുവരെ നമ്മൾ കണ്ടു. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. അവിടെയായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പൊ മിയോസിസ് 1 ഇനി ബാക്കിയുണ്ട്, അതുപോലെ തന്നെ മിയോസിസ് 2 ഉണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ സെഗ്മെന്റ് നമുക്ക് എടുക്കാം. ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ടായിരിക്കും ക്ലാസ്സസ് ഇടുക. അപ്പൊ ഒരു 10-15 മിനിറ്റിന്റെ ടോപ്പിക്സ് ആയിട്ട് ഇടുക. അപ്പൊ നിങ്ങൾക്കും കാണാനായിട്ട് എളുപ്പമായിരിക്കും. ഈ ലോങ് വീഡിയോസ് ഇടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് കാണാൻ ഭയങ്കര ടയറിങ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഇനി എടുക്കുന്ന ടോപ്പിക്സ് ഞാൻ ഷോർട്ട് ടോപ്പിക്സ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ ഒരു ചാപ്റ്റർ ആയിട്ട് ഇത്, പക്ഷെ അങ്ങനെ ഷോർട്ട് ടോപ്പിക്സ് ആയിട്ട് എടുത്താൽ ശരിയാ, ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ചാപ്റ്റർ ആയിട്ട് തന്നെ ഇത് ഇട്ടത്, 3-4 ഭാഗമായിട്ട്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എവിടെ വരെ എത്തിയിരുന്നു? കാരിയോകൈനസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രോഫേസ് വരെ എത്തിയിരുന്നു. അപ്പൊ പ്രോഫേസിലെ നമ്മൾ 5 സ്റ്റേജസ് പറഞ്ഞു. മിയോസിസ് പറഞ്ഞ പ്രോഫേസിൽ 5 സ്റ്റേജസ് കണ്ടു. അപ്പൊ പ്രോഫേസ് കഴിഞ്ഞു. നമ്മൾ പ്രോഫേസിന്റെ അവസാനം എന്താ കണ്ടത്? ഡയാകൈനസിസില്, അതായത് ഹോമോലോഗസ് ക്രോമസോംസിന്റെ ഇടയിൽ റിപ്പൾസീവ് ഫോഴ്സസ് വന്നു തുടങ്ങി. അതായത് മെറ്റാഫേസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് അത് കാണിക്കുന്നത്, അല്ലെ? സെക്കൻഡ് സ്റ്റേജ് എന്താണ്? മെറ്റാഫേസ് ആണ്. അത് മിയോസിസിലായാലും മൈറ്റോസിസിലായാലും കാരിയോകൈനസിന്റെ സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. എന്താ വരുന്നത്? പ്രോഫേസ് വരുന്നുണ്ട്, മെറ്റാഫേസ് വരുന്നുണ്ട്, അനാഫേസ് വരുന്നുണ്ട്, ടീലോഫേസ് വരുന്നുണ്ട്. ആ കാരിയോകൈനസിസ് സ്റ്റേജസ് എല്ലാം എന്താണ്? സെയിം തന്നെയാണ് വരുന്നത്. അപ്പോ ഡയാകൈനസിസ്, അതായത് പ്രോഫേസ് 1ന്റെ അവസാനം വരുന്ന ഡയാകൈനസിസില് എന്താ ഉണ്ടാവുന്നത്? ആ ക്രോമസോംസ്, ഹോമോലോഗസ് ക്രോമസോംസിന്റെ ഇടയില്, പെയർഡ് ആയിട്ടുള്ള ഹോമോലോഗസ് ക്രോമസോംസിന്റെ ഇടയില് ഒരു റിപ്പൾസീവ് ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യും. അവരുടെ കയാസ്മ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു? നമ്മള് ടെർമിനലൈസ് ചെയ്തു എന്നുള്ളത് വരെ നമ്മള് ഡയാകൈനസിസിൽ കണ്ടു. അപ്പോ ഇനി അതിനുശേഷം അപ്പോ മെറ്റാഫേസിലേക്കുള്ള ട്രാൻസിഷൻ വന്നു. അപ്പൊ എന്താണ് ഇനി മെറ്റാഫേസിൽ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ മെറ്റാഫേസ് 1 ഓഫ് പ്രോഫേസ് 1, the bivalent chromosomes align on the equatorial plate. ബൈവാലന്റ് ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? അതായത് മെറ്റാഫേസിൽ സാധാരണ സംഭവിക്കുന്ന പോലെ തന്നെ, മെറ്റാഫേസ് മൈറ്റോസിസിലായിരുന്ന സമയത്ത് നമ്മൾ എന്താ കണ്ടിരുന്നത്? ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? ആ സ്പിൻഡിൽ അപ്പാരറ്റസ് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. സ്പിൻഡിൽ അപ്പാരറ്റസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ സ്പിൻഡിൽ അപ്പാരറ്റസ് ഫോം ചെയ്യുന്ന ഒരു ഇക്വിറ്റോറിയൽ പ്ലേറ്റില് ആര് അറേഞ്ച് ചെയ്യും? ക്രോമസോംസ് അറേഞ്ച് ചെയ്യും. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ബൈവാലന്റ് ആയിട്ടുള്ള ഹോമോലോഗസ് പെയർഡ് ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പൊ പെയർഡ് ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? അലൈൻ ഓൺ ദ ഇക്വിറ്റോറിയൽ പ്ലേറ്റ്. മൈക്രോട്യൂബ്യൂൾസ് ഫ്രം ദ ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സ്പിൻഡിൽ അറ്റാച്ച് ദ കൈനറ്റോകോർ ഓഫ് ദ ഹോമോലോഗസ് ക്രോമസോംസ്. ഓപ്പോസിറ്റ് പോളിൽ എന്ത്? നിങ്ങൾ ആ ഫിഗർ നോക്കുക, താഴെയുള്ളത് ഓപ്പോസിറ്റ് പോളിലുള്ള ആ സ്പിൻഡിൽ ഇതിൽ നിന്നും, സ്പിൻഡിൽ അപ്പാരറ്റസിൽ നിന്നും ഹോമോലോഗസ് ക്രോമസോംസിന്റെ കൈനറ്റോകോറിലേക്ക് ആര് വന്ന് അറ്റാച്ച് ചെയ്യും? സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യും. സ്പിൻഡിൽ അപ്പാരറ്റസ് ഈസ് ഫോംഡ്. These fibers are made up of microtubules. Apparatus is formed that consists of fine fibers. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്രോ ട്യൂബ്യൂൾസ് വെച്ചിട്ട് സ്പിൻഡിൽ അപ്പാരറ്റസ്, അതായത് മെറ്റാഫേസിലേക്ക് എത്തുന്ന സമയത്ത് സ്പിൻഡിൽ അപ്പാരറ്റസിന്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ആവും. ആൻഡ് ദ ഫൈബേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്. ദ അപ്പാരറ്റസ് ഈസ് ഫോം ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫൈൻ ട്യൂബ്യൂൾസ്. The chromosome come to lie at the equator. നമ്മൾ മെറ്റാഫേസിൽ സാധാരണ കാണുന്ന ഫിനോമിനൻ, ക്രോമസോംസ് കംസ് ടു ലൈ അറ്റ് ദ ഇക്വേറ്റർ. നമ്മൾ അതിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മൈറ്റോസിസിൽ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതായത് കോൺഗ്രഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ. The chromosomes comes to lie at the equator while still in pairs. അപ്പോ ഇവിടുത്തെ പ്രത്യേകത എന്താ? മൈറ്റോസിസിൽ ഒറ്റ ക്രോമസോം ആയിരുന്നു വന്ന് കിടന്നത്. പക്ഷെ ഇവിടെ എന്താണ്? പെയർഡ് ആയിട്ടുള്ള ക്രോമസോംസ് ആണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ബൈവാലൻസ് അല്ലെങ്കിൽ ടെട്രാഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇക്വേറ്റർ പ്ലേറ്റിൽ വന്ന് കിടക്കുന്നത്. Each chromosome is attached only to one chromosomal fiber. Therefore, there are 2 equatorial plates. ഇവിടെ എന്താണ്? പെയർഡ് ക്രോമസോംസ് ആണ്. അപ്പൊ ഒരു പോളിൽ നിന്നുള്ള സ്പിൻഡിൽ ഫൈബർ എന്ന് പറയുന്നത് എന്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ? ഈ പെയറിലെ ഒരു ക്രോമസോമിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ കണ്ടില്ലേ? ഇവിടെ ഫിഗർ നോക്കുക. ഫിഗറിൽ എന്താ കാണുന്നത്? ഒരു പോളിൽ നിന്നുള്ള സ്പിൻഡിൽ ഫൈബർ എന്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ? പെയർഡ് ഹോമോലോഗസ് ക്രോമസോംസിലെ എന്താണ്? ഒരു ഇതിലേക്ക് മാത്രം, ഒരു ക്രോമസോമിലേക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും?
രണ്ട് ഇക്വിറ്റോറിയൽ പ്ലേറ്റ്സ്. ഒരു പെയറിൽ രണ്ട് ക്രോമസോം ഉണ്ട്, അതുകൊണ്ട് തന്നെ രണ്ട് ക്രോമസോമിനും രണ്ട് ഇക്വിറ്റോറിയൽ പ്ലേറ്റ് നമുക്ക് എന്താണ് മെറ്റാഫേസ് 1 കാണാനായിട്ട് സാധിക്കും. Arms of the chromosome face the equatorial plate and the centromeres of each chromosome is directed towards the opposite poles. അത് മറ്റേതിലെ അറേഞ്ച്മെന്റ് പോലെ തന്നെ ആംസ് ഓഫ് ദ ക്രോമസോം എന്തിനെ ഫേസ് ചെയ്യുന്നു? ഇക്വിറ്റോറിയൽ പ്ലേറ്റിനെ ഫേസ് ചെയ്യുന്നു. ആൻഡ് ദ സെൻട്രോമിയേഴ്സ് ഓഫ് ഈച്ച് ക്രോമസോം ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി ഓപ്പോസിറ്റ് പോൾ. അപ്പൊ മെറ്റാഫേസ് 1 എന്താ ഉണ്ടാവുന്നത്? ബൈവാലന്റ് ക്രോമസോംസ് അലൈൻ ഓൺ ദ ഇക്വിറ്റോറിയൽ പ്ലേറ്റ്. The microtubules from the opposite poles of the spindle attach to the kinetochore of the homologous chromosome. Spindle apparatus is formed. These fibers are made up of microtubules. Apparatus is formed that consists of fine fibers. Chromosome comes to lie at the equator. അതിനെ പറയുന്ന പേരാണ് chondrogen. While still in pairs, bivalents or tetrads. Each chromosome is attached to only one chromosomal fiber. Therefore, there are two equatorial plates. Arms of chromosome face equatorial plate and centromere of each chromosome is directed towards the opposite poles. Okay. Okay. അപ്പൊ നമ്മൾ എന്ത് കണ്ടു? മെറ്റാഫേസ് 1 കണ്ടു. മെറ്റാഫേസ് 1 നമ്മൾ എന്ത് കണ്ടു? ഹോമോലോഗസ് ക്രോമസോംസ് വന്നിട്ട് എന്തിലേക്ക് അറേഞ്ച് ചെയ്യുന്നത് കണ്ടു? ഇക്വിറ്റോറിയൽ പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഇനി അടുത്തത് മെറ്റാഫേസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാരിയോകൈനസിസിലെ സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്? അനഫേസ് എന്ന് പറയുന്നത്. അനഫേസിൽ എന്താ സംഭവിക്കുന്നത്? ദ ഹോമോലോഗസ് ക്രോമസോംസ് മൂവ് ടുവേർഡ്സ് ദ ഓപ്പോസിറ്റ് പോൾസ്. അനഫേസിൽ സാധാരണ എന്താ സംഭവിക്കുന്നത്? ക്രോമസോംസ് ഡിവൈഡ് ചെയ്യാണ് ചെയ്യാറുള്ളത് അല്ലെ, നമ്മൾ മൈറ്റോസിസിൽ കണ്ടു. അപ്പൊ അതുപോലെ തന്നെ ഹോമോലോഗസ് ക്രോമസോം മൂവ് ടുവേർഡ്സ് ദ ഓപ്പോസിറ്റ് പോൾ. ഹോമോലോഗസ് ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. ഇസ് കോൾഡ് ആസ് അനഫേസിക് മൂവ്മെന്റ്. There is no division of centromere. സെൻട്രോമിയറിന്റെ ഡിവിഷൻ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ വരുന്നില്ല. And each chromosome with two chromatids attached to the centromere move towards the opposite poles. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, അനഫേസിലെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ നമ്മുടെ ട്രൂ ഹാപ്ലോയിഡ് കൊണ്ടുവരുന്ന ഒരു ഫീച്ചറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതായത് there is no division of centromere. സെൻട്രോമിയർ എന്ത് ചെയ്യുന്നില്ല? ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അതായത് ഹോമോലോഗസ് ക്രോമസോംസിന്റെ ആ പെയർ ഉണ്ടല്ലോ, ആ പെയർ സ്പ്ലിറ്റ് ആയിട്ട് ഒരു ഹോമോലോഗസ് ക്രോമസോം ഒരു പോളിലേക്കും മറ്റേ ഹോമോലോഗസ് ക്രോമസോം ഓപ്പോസിറ്റ് പോളിലേക്കും പോവാണ് ചെയ്യുന്നത്. അതായത് ക്രോമസോം നമ്പർ എന്ത് ചെയ്തു? ഇവിടെ ഹാവായി. സെൻട്രോമിയർ എന്ത് ചെയ്യുന്നില്ല? ക്രോമസോം ഹാവ് ആവുന്നില്ല, ക്രോമസോം നമ്പർ എന്താവും? ഹാഫ് ആവും. ഓക്കെ. But there is no division of centromere and each chromosome with two chromatids attached to a centromere move towards the opposite poles. The separation of the two homologous chromosome is called as disjunction. അങ്ങനെ ഈ ഹോമോലോഗസ് ക്രോമസോമിന്റെ പെയർ സെപ്പറേറ്റ് ചെയ്യുന്ന ഫിനോമിനെ പറയുന്ന പേരാണെന്ത്? ഡിസ്ജങ്ഷൻ. അപ്പോൾ സെപ്പറേഷൻ ഓഫ് ദ ടു ഹോമോലോഗസ് ക്രോമസോം is called as disjunction. The failure of separation of chromosome is called as non-disjunction and leads to conditions like Down syndrome. അപ്പൊ ഇങ്ങനെ ഫെയിലിയർ ഓഫ് സെപ്പറേഷൻ ഓഫ് ക്രോമസോംസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് നോൺ ഡിസ്ജങ്ഷൻ. ആൻഡ് ദിസ് ലീഡ്സ് ടു കണ്ടീഷൻസ് ലൈക്ക് ഡൗൺ സിൻഡ്രോം. അതായത് ട്രൈസോമി 21 ആണ് എന്തെന്ന് പറയുക? ഡൗൺ സിൻഡ്രോം. അപ്പൊ എന്ത് ചെയ്യുന്നില്ല? ഹോമോലോഗസ് ക്രോമസോംസിന് സ്പ്ലിറ്റ് നടക്കാണ്ട് ചിലപ്പോൾ ഒരു പെയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം? ഒരു സ്ഥലത്തേക്ക്, ഒരു പോളിലേക്ക് പോകാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് നോൺ ഡിസ്ജങ്ഷൻ. ഇപ്പൊ ഡൗൺ സിൻഡ്രോമിലൊക്കെ അതാ സംഭവിക്കുന്നത്. ട്രൈസോമി 21 ആണ് എന്തെന്ന് പറയാ? ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇപ്പൊ നോൺ ക്രോസ് ഓവർ അലീൽസ് ആർ സെഗ്രിഗേറ്റഡ് അറ്റ് ദിസ് സ്റ്റേജ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫസ്റ്റ് ഡിവിഷൻ സെഗ്രിഗേഷൻ. എന്താണ് നോൺ ക്രോസ് ഓവർ അലീൽസ്? നമ്മളിവിടെ ക്രോസിംഗ് ഓവർ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പൊ അതിൽ ക്രോസ് ഓവർ അലീൽസ് ഉണ്ട്, നോൺ ക്രോസ് ഓവർ അലീൽസ് ഉണ്ട്. അതിന്റെ താഴെയുള്ള ഫിഗറിലേക്ക് നോക്കുക, ക്രോസിംഗ് ഓവറിന്റെ ഫിഗറിലേക്ക് നോക്കുക. അപ്പൊ അതിൽ നോക്കുന്ന സമയത്ത് അതില് മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആ ക്രോമസോം, പെയർഡ് ക്രോമസോമിൽ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആമും ഉണ്ട്, മിക്സ്ഡ് അല്ലാണ്ട് നിൽക്കുന്ന ഒരു ആമും ഉണ്ട്. അതായത് വയലറ്റും ബ്ലൂവും വരുന്ന ഒരു ആമും ഉണ്ട്, അതായത് ചുമ്മാ വയലറ്റ് ആയിട്ട് മാത്രം നിൽക്കുന്ന ഒരു ആമും ഉണ്ട്. അപ്പൊ ആ വയലറ്റ് ആയിട്ട് മാത്രം, അതായത് നിൽക്കുന്ന ആമിനെയാണ് എന്ത്? നോൺ ക്രോസ് ഓവർ അലീൽസ് എന്ന് വിളിക്കുന്നത്. ഒരു ക്രോമസോമില് രണ്ട് ആമെന്ന് പറഞ്ഞാൽ രണ്ട് അലീലുകളാണല്ലോ. അപ്പൊ ക്രോസ് ഓവർ അലീലും ഉണ്ട്, നോൺ ക്രോസ് ഓവർ അലീലും ഉണ്ട്. അപ്പൊ നോൺ ക്രോസ് ഓവർ അലീലുകളുടെ സെപ്പറേഷൻ നടക്കുന്നത് അനഫേസ് 1 ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫസ്റ്റ് ഡിവിഷൻ സെഗ്രിഗേഷൻ. ഓക്കെ. അപ്പൊ ഹോമോലോഗസ് ക്രോമസോം മൂവ് ടുവേർഡ്സ് ദ ഓപ്പോസിറ്റ് പോൾസ്. ദാറ്റ് ഈസ് അനഫേസിക് മൂവ്മെന്റ്. There is no division of centromere
and each chromosome with two chromatids attached to the centromere move towards the opposite poles. The separation of the two homologous chromosomes is called as disjunction, and the failure of separation of chromosome is called non-disjunction and leads to conditions like Down syndrome. The non-crossover alleles are segregated at this stage and it is called as first division segregation. അപ്പൊ എന്ത് കണ്ടു നമ്മള്? അനഫേസില് സെൻട്രോമിയർ സ്പ്ലിറ്റ്, അനഫേസ് 1 സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയതുകൊണ്ട് ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഫിഗേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, ഏത് സൈറ്റോകൈനസിസിലെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീലോഫേസ് ആണ്. കാരിയോകൈനസിസിലെ, സൈറ്റോകൈനസിസ് അല്ല, കാരിയോകൈനസിസ്, സെൽ ഡിവിഷനിലെ കാരിയോകൈനസിസിലെ ലാസ്റ്റ് സ്റ്റേജ് ടീലോഫേസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ടീലോഫേസ് 1 എന്ന് പറയും. അപ്പൊ ടീലോഫേസ് 1 എന്താ സംഭവിക്കുന്നത്? ക്രോമസോം സാധാരണ സംഭവിക്കുന്ന പോലെ തന്നെ രണ്ട് ഓപ്പോസിറ്റ് പോളിലേക്ക് ക്രോമസോം എത്തി. എന്നിട്ട് എത്തിയ ക്രോമസോംസ് എന്ത് ചെയ്യാൻ തുടങ്ങും? അത് ഡീകണ്ടൻസ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ? The chromosome cluster at the end of the spindle apparatus and the two daughter nuclei are formed with half the number but the same amount of DNA as present in the parent cell. Chromosome number half ആവും. എന്തുകൊണ്ടാണ്? ഹോമോലോഗസ് ക്രോമസോംസ് സ്പ്ലിറ്റ് ആയി, എന്നിട്ട് ഒരു ക്രോമസോം ഒരു പോളിലേക്ക് പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രോമസോം നമ്പർ എന്തായി? ഹാഫ് ആയി. പക്ഷെ DNA കണ്ടന്റ് എന്ന് പറയുന്നത് പാരന്റ് സെല്ലിലെ പോലെ തന്നെയാണ് വരുന്നത്. അതെന്തുകൊണ്ടാ? നമുക്കറിയാം ഈ മിയോസിസ് 1 നടക്കുന്നതിന് മുമ്പ് അവിടെ എന്ത് വരുന്നുണ്ട്? ഇന്റർഫേസ് വരുന്നുണ്ട്. ആ ഇന്റർഫേസിൽ എന്ത് വരുന്നുണ്ട്? എസ് ഫേസ് വരുന്നുണ്ട്. ആ എസ് ഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? DNA റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മിയോസിസ് 1 കയറുന്ന സമയത്ത് തന്നെ പാരന്റ് സെല്ലിന്റെ ഡബിൾ DNA കണ്ടന്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? മിയോസിസ് 1 കയറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രോമസോം ഡിവൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അനഫേസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അതായത് ഉണ്ടാവുന്ന ഡോട്ടർ സെല്ലിലെ DNA കണ്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പാരന്റ് സെല്ലിനോട് സിമിലർ ആയിരിക്കും. പക്ഷേ എന്താണ്? ക്രോമസോം നമ്പർ എന്ത് ചെയ്തു? അവിടെ ഹാഫ് ആയിട്ട് മാറി. The chromosome cluster at the end of the spindle apparatus and the two daughter nuclei are formed with half the number but same amount of DNA as the parent cell. The nuclear membrane and the nucleolus reappear. ഇപ്പൊ നമ്മൾ പറഞ്ഞു മെറ്റാഫേസിന്റെ അവസാനം ആകുമ്പോഴത്തേക്കും നമുക്കറിയാം, മെറ്റാഫേസ് അല്ല പ്രോഫേസിന്റെ അവസാനം ആകുമ്പോഴത്തേക്കും ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയോലസ് ഒക്കെ ഡിസപ്പിയർ ആയിട്ടുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്തു തുടങ്ങും? ഇവിടെ റീഅപ്പിയർ ചെയ്തു തുടങ്ങും. The chromosome decondense a little but not completely. അതായത് ക്രോമസോം എന്ത് ചെയ്യുന്നു? ഡീകണ്ടൻസ് ചെയ്ത് തുടങ്ങുന്നു, പക്ഷെ വളരെ കുറച്ച് ചെയ്യും. കാരണം ഇനി അടുത്ത മിയോസിസ് 2 കിടക്കണം. മിയോസിസ് 2 കിടക്കുന്ന സമയത്ത് ഇത് വീണ്ടും എന്ത് ചെയ്യണം? കണ്ടൻസ് ചെയ്യണം. ഇതേ പ്രോസസ്സ് പ്രോഫേസ് 1, പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനഫേസ് 2, ടീലോഫേസ് 2 ഒക്കെ അതിലും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഡീകണ്ടൻസേഷൻ ഓഫ് ക്രോമസോം എന്ത് ചെയ്യത്തില്ല? ഇവിടെ നടക്കത്തില്ല. ക്രോമസോം ഡീകണ്ടൻസ് എ ലിറ്റിൽ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി. എന്താ ടീലോഫേസ് 1 chromosomes cluster at the end of the spindle apparatus and the two daughter nuclei are formed with half the number but same amount of DNA as the parent cell. Nuclear membrane and the nucleolus reappear. Chromosome decondense a little but not completely. ഇനി അടുത്തതാണെന്ത്? സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസ് അതായത് ഇലോഫേസ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു? കാരിയോകൈനസിസ് കംപ്ലീറ്റ് ആയി. കാരിയോകൈനസിസ് കംപ്ലീറ്റ് ആയി പിന്നെ വരുന്ന സ്റ്റെപ്പാണ് എന്ത്? സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. അപ്പൊ സൈറ്റോകൈനസിസിൽ എന്താ ഉണ്ടാവുന്നത്? സൈറ്റോകൈനസിസ് മേ ഓർ മേ നോട്ട് ഒക്കർ ആഫ്റ്റർ മിയോസിസ് 1. മിയോസിസ് 1 ശേഷം സൈറ്റോകൈനസിസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തില്ല മിയോസിസ് 1 മിയോസിസ് 2 കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ആയിട്ട് 4 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. If it does not occur after the meiosis 1, it is called as synchronous cytokinesis. അതായത് മിയോസിസ് 1 ശേഷം സൈറ്റോകൈനസിസ് സംഭവിച്ചില്ല, മിയോസിസ് 1 മിയോസിസ് 2 കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ 4 ന്യൂക്ലിയസ് ഉണ്ടാവും സെല്ലില്. അപ്പൊ 4 ന്യൂക്ലിയസ് ഉള്ള സെല്ല് കണ്ടിന്യൂസ് ആ സമയത്ത് എന്ത് ചെയ്യുന്നു? 4 അപ്പൊ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സിങ്ക്രണസ് സൈറ്റോകൈനസിസ്. ആസ് എ സൈറ്റോകൈനസിസ് occurs when all 4 nuclei are formed. അതായത് 4 ന്യൂക്ലിയയും ഫോം ചെയ്ത ശേഷം സൈറ്റോകൈനസിസ് ഉണ്ടാവുകയാണെങ്കിൽ സൈറ്റോകൈനസിസ് occurs when all 4 nuclei are formed. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിങ്ക്രണസ് സൈറ്റോകൈനസിസ്. The cytokinesis occurs both after the meiosis 1 and meiosis 2. It is called as successive cytokinesis. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ? മിയോസിസ് 1 ശേഷം ഒരു സൈറ്റോകൈനസിസ് നടന്നു, എന്നിട്ട് എന്ത് ചെയ്തു? സെല്ല് 2 ഡിവൈഡ് ചെയ്തു. അതിനുശേഷം മിയോസിസ് 2 ശേഷം ഒരു സൈറ്റോകൈനസിസ് നടന്നു, എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും സെല്ല് എന്ത് ചെയ്തു? 2 ഡിവൈഡ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആദ്യം ഡയാഡ് ഫോം ചെയ്യുന്നു, പിന്നെ ടെട്രാഡ് ഫോം ചെയ്യുന്നു.
It forms a dyad of cells, then the tetrad of cells. അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സക്സസീവ് സൈറ്റോകൈനസിസ്. അപ്പൊ സൈറ്റോകൈനസിസ് may or may not occur after the meiosis 1. If it does not occur after the meiosis 1, then it is called as synchronous cytokinesis. A cytokinesis occurs when all 4 nuclei are formed. If the cytokinesis occurs both after the meiosis 1 and meiosis 2, it is called as successive cytokinesis. It forms a dyad of cell and then forms the tetrad of cell. Okay. അതാണ് സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർമീഡിയറ്റ് ഫേസ് വരുന്നുണ്ട് മിയോസിസ് 1ന്റെ മിയോസിസ് 2ന്റെ ഇടയിലായിട്ട്. ആ ഇന്റർമീഡിയറ്റ് ഫേസിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇന്റർ കൈനസിസ്. എന്താണ്? മിയോസിസിനും 1നും മിയോസിസ് 2നും ഇടയിലായിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഫേസ് വരുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് എന്താണ് മിയോസിസ്, ആ ഇന്റർമീഡിയറ്റ് ഫേസിനെ പറയുന്ന പേരാണ് ഇന്റർകൈനസിസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻട്രാമിയോട്ടിക് ഇന്റർഫേസ്. അതിനെന്തെന്നും വിളിക്കാറുണ്ട്? ഇൻട്രാമിയോട്ടിക് ഇന്റർഫേസ് എന്നും വിളിക്കാറുണ്ട്. ഇറ്റ്സ് എ സ്റ്റേജ് ബിറ്റ്വീൻ ദ ടീലോഫേസ് ഓഫ് മിയോസിസ് 1 ആൻഡ് പ്രോഫേസ് ഓഫ് മിയോസിസ് 2. ടീലോഫേസ് 1 ഓഫ് മിയോസിസ് 1ഉം പ്രോഫേസ് 2 ഓഫ് മിയോസിസ് 2ന്റെയും ഇടയിൽ വരുന്ന ഒരു സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റർകൈനസിസ് എന്ന് പറയുന്നത്. There is no DNA synthesis, but the protein and the RNA synthesis may occur. എന്താണ്? There is no DNA synthesis. ഇവിടെ DNA synthesis വരുന്നില്ല. പക്ഷെ കണ്ടോ അതാണ് ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത്. മിയോസിസ് 2 ആവുന്ന സമയത്ത് DNA കണ്ടന്റ് ഹാഫ് ആവാനുള്ള കാരണം, മെയിൻ ആയിട്ടുള്ള കാരണം ഇതാണ്. അതായത് DNA synthesis എന്ത് ചെയ്യുന്നില്ല? ഇന്റർകൈനസിസില് നടക്കില്ല. There is no DNA synthesis, but the RNA synthesis and protein synthesis may occur. It brings the true haploidy of the daughter cells. ആ DNA synthesis നടക്കാതെ, DNA replication നടക്കാത്തത് കൊണ്ടാണ് എന്ത്? ഡോട്ടർ സെൽസില് ഹാപ്ലോയിഡ് നേച്ചർ വരുന്നത്. അപ്പൊ ഇന്റർകൈനസിസ് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻട്രാമിയോട്ടിക് ഇന്റർഫേസ്. ഇറ്റ്സ് എ സ്റ്റേജ് ബിറ്റ്വീൻ ദ ടീലോഫേസ് 1 ഓഫ് മിയോസിസ് 1 ആൻഡ് പ്രോഫേസ് 2 ഓഫ് മിയോസിസ് 2. There is no DNA synthesis, but the protein and RNA synthesis may occur. There is no DNA synthesis, but protein and RNA synthesis may occur. It brings true haploidy in the daughter cells. എന്താണ്? It brings the true haploidy in the daughter cells. Okay. ഇപ്പൊ മിയോസിസ് 1 നമ്മൾ എന്ത് ചെയ്തു? സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി വരുന്നതാണ് എന്ത്? മിയോസിസ് 2. മിയോസിസ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു മൈറ്റോസിസ് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളതാണ്. ഇക്വേഷണൽ ഡിവിഷൻ ആണ്. മിയോസിസ് 1 പോലെ കോംപ്ലക്സ് അല്ല, വളരെ എളുപ്പമുള്ള സ്റ്റെപ്പ്. മൈറ്റോസിസ് പോലെ തന്നെ സിമിലാരിറ്റി ഉള്ള സ്റ്റെപ്പുകളാണ് ഇതിൽ വരുന്നത് മിയോസിസ് 2 സംഭവിക്കും. അപ്പൊ എന്താണ് മിയോസിസ് 2 ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. അപ്പൊ മിയോസിസ് 2 ഈസ് ഇക്വേഷണൽ ഓർ ഹോമോട്ടിപ്പിക് ഡിവിഷൻ ലൈക്ക് മൈറ്റോസിസ്. മൈറ്റോസിസ് പോലെ വരുന്ന ഒരു ഇക്വേഷണൽ അല്ലെങ്കിൽ ഹോമോട്ടിപ്പിക് ഡിവിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? മിയോസിസ് 2 എന്ന് പറയുന്നത്. ഓൾ ദി സ്റ്റേജസ് ആർ സിമിലർ ടു മൈറ്റോസിസ്. എല്ലാ സ്റ്റേജസും എന്താണ്? മൈറ്റോസിസിന് സിമിലർ ആയിട്ടാണ് വരുന്നത്. അനഫേസ് 2, the centromere splits and the segregation of the crossed over alleles takes place at this stage called as second division segregation. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? എല്ലാ സ്റ്റേജസും മൈറ്റോസിസ് പോലെ തന്നെ, അതായത് പ്രോഫേസ് 1 ഡീകണ്ടൻസേഷൻ മെറ്റാഫേസിൽ ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യും. പക്ഷെ മെറ്റാഫേസ് 2 എത്തുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? മെറ്റാഫേസ് 1 നമ്മൾ എന്താ കണ്ടേ? 2 ഇക്വറ്റോറിയൽ പ്ലേറ്റ് കണ്ടു അല്ലെ? 2 ഹോമോലോഗസ് ക്രോമസോമിന്റെ പെയർ ആയിട്ടാണ് കണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്? ഒറ്റ ക്രോമസോമേ ഉള്ളൂ. അതായത് സെപ്പറേറ്റ് നിൽക്കുന്ന ആ ഒരു ഹോമോലോഗസ് ക്രോമസോം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒറ്റ ക്രോമസോം വരുന്നതുകൊണ്ട് തന്നെ സിംഗിൾ ഇക്വറ്റോറിയൽ പ്ലേറ്റ് ആയിരിക്കും എന്ത്? മെറ്റാഫേസ് 2 വരുന്നത്. സിമിലർ ടു മൈറ്റോസിസ്. അതുപോലെ തന്നെ in anaphase 2, centromere splits and the segregation of the crossed over alleles takes place at this stage. Centromere എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. And the segregation of the crossed over alleles takes place at this stage. It is called as second division segregation. അപ്പൊ നമ്മൾ നേരത്തെ നോൺ ക്രോസ് ഓവർ അലീൽസിന്റെ സെപ്പറേഷൻ പഠിച്ചു അല്ലെ? അനഫേസ് 2 ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രോസ്ഡ് ഓവർ ആയിട്ട് നിൽക്കുന്ന അലീൽസ്, അതായത് നമ്മൾ മിക്സ്ഡ് ആയി നിൽക്കുന്ന ആമില്ല മറ്റേതിൽ കണ്ട, അത് സെപ്പറേറ്റ് ആവും. അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സെക്കൻഡ് ഡിവിഷൻ സെഗ്രിഗേഷൻ. The 4 daughter cells are formed, each with genetically distinct and a group of 4 daughter cells is called as tetrad. 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ആണ് ഫോം ചെയ്യുക മിയോസിസ് 2 കഴിഞ്ഞിട്ട്. അപ്പോ ഈ 4 ഡോട്ടർ സെൽസ് എന്തായിരിക്കും? നമ്മുടെ പാരന്റ് സെല്ലിൽ നിന്നും ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. And this group of 4 daughter cells is called as a
ടെട്രാഡ്. ഈ ഗ്രൂപ്പ് ഓഫ് 4 ഡോട്ടർ സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ടെട്രാഡ്. അപ്പൊ മിയോസിസ് 2 ഇസ് എൻ ഇക്വേഷണൽ ഓർ ഹോമോടൈപ്പിക് ഡിവിഷൻ ലൈക്ക് മൈറ്റോസിസ്. All the stages are similar to mitosis. In anaphase 2, centromere splits and the segregation of the crossed over alleles takes place. At this stage, it is called as second division segregation. The 4 daughter cells are formed, each of which are genetically distinct and has a group of this group of 4 daughter cells are called as a tetrad. അപ്പൊ നമ്മളിവിടെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. മിയോസിസ് 1 മിയോസിസ് 2 ഇടയിലുള്ള ഒരു ഡിഫറൻസസ് അത് ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിയോസിസ് 1 എന്താ സംഭവിക്കുന്നത്? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് സംഭവിക്കുന്നുണ്ട്. മിയോസിസ് 2 അതുണ്ടോ? ഇല്ല. അത് മൈറ്റോസിസിനോട് സിമിലർ ആയിട്ട് വരുന്നതാ. കോംപ്ലക്സ് സ്റ്റെപ്സ് ഒന്നും എന്തിൽ വരുന്നില്ല? മിയോസിസ് 2 വരുന്നില്ല. അപ്പൊ മിയോസിസ് 1 എന്ത്? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഉണ്ടാവുന്നത്. ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് അത് എവിടെ ഉണ്ടാവുന്നത്? മിയോസിസ് 1 മിയോസിസ് 2 ക്രോസിംഗ് ഓവർ ഒന്നും സംഭവിക്കുന്നില്ല. കയാസ്മാറ്റ ഫോർമേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. കയാസ്മാറ്റ എവിടെയായിരുന്നു ഫോം ചെയ്തിരുന്നത്? മിയോസിസ് 1 എന്ത് ചെയ്യുന്നത്? ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കയാസ്മാറ്റ ഫോർമേഷൻ ഉണ്ടാവുന്നത്. അത് മിയോസിസ് 2 സംഭവിക്കുന്നില്ല. സെൻട്രോമിയർ ഡിവൈഡ്സ് ആൻഡ് സെപ്പറേറ്റ് ദ ക്രോമാറ്റിഡ്സ് ഇൻ ദ അനാഫേസ്. സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നത് മിയോസിസ് 1 എന്ത് സംഭവിക്കുന്നില്ല? സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നില്ല. ഡിസ്ജങ്ഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമോസോം, സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ് ആണ് സംഭവിക്കുന്നത്. സെൻട്രോമിയർ എവിടെ ഡിവൈഡ് ചെയ്യുന്നത്? മിയോസിസ് 2 കേസിലാണ് സെൻട്രോമിയറിന്റെ ഡിവിഷൻ സംഭവിക്കുന്നത്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ദ ക്രോമസോം ഒക്കേഴ്സ്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ക്രോമസോം എന്ന് പറഞ്ഞ പെയറിംഗ് ആണ്. അത് ഉണ്ടാവുന്നത് എവിടെയാണ്? മിയോസിസ് 1 ഉണ്ടാവുന്നത്. മിയോസിസ് 2 എന്ത് ചെയ്യുന്നില്ല? ഉണ്ടാവുന്നില്ല. നമ്പർ ഓഫ് മെറ്റാഫേസ് പ്ലേറ്റ്സ് ഫോംഡ്. മിയോസിസ് 1 എത്രയായിരുന്നു? മിയോസിസ് 1 2 മെറ്റാഫേസ് പ്ലേറ്റ്സ് ഉണ്ട്. ഇക്വിറ്റോറിയൽ പ്ലേറ്റ്സ് ആണ് പറയുന്നത്. 2 ഉണ്ട്. എന്താണ്? ഹോമോലോഗസ് ക്രോമസോംസിന്റെ ഒരു പെയർ വരുന്നതുകൊണ്ട് തന്നെ 2 ഇക്വിറ്റോറിയൽ പ്ലേറ്റ് മിയോസിസ് 1 മെറ്റാഫേസിലുണ്ട്. മിയോസിസ് 2 സിംഗിൾ ഇക്വിറ്റോറിയൽ പ്ലേറ്റേ വരുന്നുള്ളൂ. റെപ്ലിക്കേഷൻ ഓഫ് DNA ബിഫോർ ഡിവിഷൻ അത് എപ്പോൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ? മിയോസിസ് 1 മാത്രമേ സംഭവിക്കുന്നുള്ളൂ. മിയോസിസ് 2 മുമ്പ് റെപ്ലിക്കേഷൻ ഓഫ് DNA സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് മിയോസിസ് 2 ശേഷം എന്താവുന്നത്? DNA കണ്ടന്റ് ഓഫ് ദ സെല്ല് പാരന്റ് സെല്ലിനെക്കാട്ടും ഹാഫ് ആയിട്ട് മാറുന്നത്. അപ്പോ റെപ്ലിക്കേഷൻ ഓഫ് ദ DNA ബിഫോർ ഡിവിഷൻ എന്താണ്? CSL ഡിവിഷൻ എവിടെ ഉണ്ടാവുന്നത്? മിയോസിസ് 1 മാത്രമേ സംഭവിക്കുന്നുള്ളൂ. മിയോസിസ് 2 സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് പാരന്റ് സെല്ലിന്റെ ഹാഫ് എമൗണ്ട് ഓഫ് DNA ഡോട്ടർ സെൽസിൽ മിയോസിസ് 2 ശേഷം ഉണ്ടാവുള്ളൂ. ക്രോമസോം നമ്പർ എവിടെയാണ് ഹാഫ് ആവുന്നത്? ഹോമോലോഗസ് ക്രോമസോംസ് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഹോമോലോഗ്സ് പെയർഡ് ഹോമോലോഗില് ഒരു ഹോമോലോഗ് ഒരു ബോളിലേക്ക് പോകുന്നത് ഏതിലാണ്? മിയോസിസ് 1 അപ്പൊ ക്രോമസോം നമ്പർ ഹാഫ് ആവുന്ന എവിടെയായിരിക്കും? മിയോസിസ് 1 പക്ഷെ മിയോസിസ് 2 എന്താണ്? സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രോമസോം ഡിവൈഡ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രോമസോം നമ്പർ റിമെയിൻസ് ദ സെയിം. ഏതില്? മിയോസിസ് 2 അതുകൊണ്ടാണ് മിയോസിസ് 2 നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഇക്വേഷണൽ അല്ലെങ്കിൽ ഹോമോട്ടിപ്പിക് ഡിവിഷൻ എന്ന് വിളിച്ചത്. അപ്പൊ റെപ്ലിക്കേഷൻ ക്രോമസോം നമ്പർ ബിക്കംസ് ഹാഫ് ഇൻ മിയോസിസ് 1 ആൻഡ് റിമെയിൻസ് ദ സെയിം ഇൻ ദ കേസ് ഓഫ് മിയോസിസ് 2. കാരണം അവിടെ മിയോസിസ് 2 എന്താണ്? സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ക്രോമോസോം ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് ക്രോമസോം നമ്പർ റിമെയിൻസ് ദ സെയിം. പക്ഷെ DNA കണ്ടന്റ് എന്താണ്? ഹാഫ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ മിയോസിസ് 2 ക്രോമസോം നമ്പർ സെയിം ആയതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇക്വേഷണൽ ഓർ ഹോമോട്ടിപ്പിക് ഡിവിഷൻ. DNA എമൗണ്ട് മിയോസിസ് 1 എന്തായിരിക്കും? മിയോസിസ് 1 മുമ്പായിട്ട് എന്ത് നടക്കുന്നുണ്ട്? അവിടെ ഇന്റർഫേസിൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ സെല്ല് എൻ്റർ ചെയ്യുന്നത് തന്നെ ഡബിൾ ദ എമൗണ്ട് ഓഫ് DNA പാരന്റ് സെൽ ആയിട്ടാണ് എന്ത്? സെല്ല് മിയോസിസ് 1 കടക്കുന്നത്. അപ്പൊ മിയോസിസ് 1 കഴിഞ്ഞു വരുമ്പോൾ പാരന്റ് സെല്ലിനോട് സെയിം എമൗണ്ട് ഓഫ് DNA ആയിട്ടായിരിക്കും എന്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ റിമെയിൻ സെയിം ആസ് ദ മദർ സെൽ അല്ലെങ്കിൽ പാരന്റ് സെൽ. മിയോസിസ് 2 എന്താണ്? അവിടെ ഒരു DNA റെപ്ലിക്കേഷൻ ഇന്റർകൈനസിസ് കണ്ടു നമ്മൾ അല്ലെ? അപ്പൊ ഇന്റർകൈനസിസിൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നില്ല. സോ ദ മിയോസിസ് 2 ദ DNA കണ്ടന്റ് ബിക്കംസ് ഹാഫ്. ഓക്കെ. ബട്ട് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ് ആണ്. സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാ വരുന്നത്? ഇറ്റ് ഫോംസ് ദ ഗമേറ്റ്സ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. മിയോസിസ് നമ്മളിൽ മെയിൻ ആയിട്ട് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. നമ്മൾ 3 തരത്തിലുള്ള പറഞ്ഞു. എന്താണ്? സൈഗോട്ടിക് മിയോസിസ്, അതുപോലെ തന്നെ സ്പോറിക് മിയോസിസ്, അതുപോലെ തന്നെ ഗമറ്റിക് മിയോസിസ്. അപ്പൊ നമ്മളിൽ മെയിൻ ആയിട്ട് നടക്കുന്ന എന്തിലാണ്? ഗമേറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷനിലുള്ള ഗമേറ്റ് ഫോർമേഷന് വേണ്ടിയിട്ടാണ് മിയോസിസ് എന്ത് ചെയ്യുന്നത്? നടക്കും. ഇറ്റ് ഫോംസ് ദ ഗമേറ്റ്സ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ, helps in the maintenance of constant chromosome number from generation to generation.
ജനറേഷൻ ടു ജനറേഷൻ കോൺസ്റ്റന്റ് ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നമ്മുടെ DNA ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ, കോൺസ്റ്റന്റ് ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? മിയോസിസ് ആണ്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ജനറ്റിക് വേരിയേഷൻസ് ഡ്യൂ ടു റീകോമ്പിനേഷൻസ് ഡ്യൂറിംഗ് ക്രോസിംഗ് ഓവർ ആൻഡ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ഹോമോലോഗ്സ്. അപ്പോൾ ഹോമോലോഗ്സ് എന്ത് ചെയ്യുന്നു? പറ്റേണൽ മെറ്റേണൽ ഹോമോലോഗ്സിന്റെ പെയറിങ് നടക്കുന്നുണ്ട്. ആൻഡ് അവരുടെ ഇടയിൽ എന്ത് നടക്കുന്നുണ്ട്? ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നത്. ആ ക്രോസിംഗ് ഓവർ നടക്കുന്നതുകൊണ്ട്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ജനറ്റിക് വേരിയേഷൻ ഡ്യൂ ടു റീകോമ്പിനേഷൻസ് ഡ്യൂറിംഗ് ദ crossing over and independent assortment of the homologs. Significance of meiosis: it forms gametes that are essential for the sexual reproduction. It helps in the maintenance of constant chromosome number from generation to generation. It results in genetic variations due to recombinations during crossing over and independent assortment of homologs. Okay. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് ആണ്. അതായത് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട്, അതായത് മിയോസിസ് 1 മിയോസിസ് 2 വരുന്ന ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് വെച്ചിട്ട് ഒരു ഫ്ലോ ചാർട്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെന്താ വന്നിരിക്കുന്നത്? ആദ്യം വന്നിരിക്കുന്നത് മിയോസിസ് 1 ആണ്. മിയോസിസ് 1 കാരിയോകൈനസിസ് സ്റ്റേജസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കാരിയോകൈനസിസിലെ ഏതൊക്കെ സ്റ്റേജസ് ഉണ്ട്? പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനഫേസ് 1 ആൻഡ് ടീലോഫേസ് 1. ഇപ്പൊ പ്രോഫേസ് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയായിരുന്നു? പ്രോഫേസ് 1 5 സ്റ്റേജസ് ഉണ്ട് കാരിയോകൈനസിസിൽ തന്നെ. പ്രോഫേസ് 1 തന്നെ 5 സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടീൻ. ലെപ്റ്റോട്ടീനിൽ നമ്മൾ പഠിച്ചിരുന്നു, അതായത് ഹോമോലോഗസ് അതായത് ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? ഒരു പോളിൽ നിന്ന്, ന്യൂക്ലിയർ എൻവലപ്പിന്റെ ഒരു പോളിൽ നിന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നും. അവിടെ നിന്ന് ഇങ്ങനെ പോളറൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നും. ആ സ്റ്റേജിനെ നമ്മൾ അനിമൽസിൽ ബൊക്കെ സ്റ്റേജ് എന്നും പ്ലാന്റ്സിൽ സിൻസെറ്റിക് നോട്ട് എന്നും പറയും. ലെപ്റ്റോട്ടീനിലാണ് എന്ത് വരുന്നത്? ബൊക്കെ സ്റ്റേജ് അല്ലെങ്കിൽ സിൻസെറ്റിക് നോട്ട് വരുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്? സൈഗോട്ടീൻ. സൈഗോട്ടീനിൽ സംഭവിക്കുന്നത് എന്താണ്? സിനാപ്സിസ്. സിനാപ്സിസ് പറഞ്ഞാൽ ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്യുന്നു ആൻഡ് ബൈവാലന്റ് ഫോർമേഷൻ നടക്കും. സൈഗോട്ടീനിൽ എന്താണ്? സിനാപ്സിസ്, ദാറ്റ് ഈസ് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആൻഡ് ബൈവാലന്റ് ഫോർമേഷൻ ഒക്കേഴ്സ്. അടുത്തതാണ് എന്ത്? പാക്കിറ്റീൻ. പാക്കിറ്റീനിൽ എന്താണ്? ടെട്രാഡ് ഫോർമേഷൻ, ബൈവാലന്റ് ടെട്രാഡ് ആവും. അതെന്താണ്? സൈഗോട്ടീൻ സ്റ്റേജിലെ ഹോമോലോഗസ് ക്രോമസോംസിന്റെ സിസ്റ്റർ ക്രൊമാറ്റിഡ്, ഒരു ഹോമോലോഗസ് ക്രോമസോം എടുക്കുന്ന സമയത്ത് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്തായിരിക്കും? കുറച്ചും കൂടി അടുത്തായിരിക്കും, ജോയിന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോ പാക്കിറ്റീനിൽ എത്തുന്ന സമയത്ത് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് ദ ഹോമോലോഗസ് ക്രോമസോം, ഹോമോലോഗസ് ക്രോമസോംസിന്റെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഒന്ന് സെപ്പറേറ്റ് ആവും. അങ്ങനെ 4 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് വരുന്ന ഒരു സ്ട്രക്ചർ ആയിട്ട് ഈ ബൈവാലന്റ് മാറും. അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ടെട്രാഡ് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് എന്ത്? ക്രോസിംഗ് ഓവർ. ഹോമോലോഗസ് ക്രോമസോംസ് ഇടയിൽ എന്ത് സംഭവിക്കുന്നു? അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് ക്രോസിംഗ് ഓവർ. പാക്കിറ്റീൻ എന്താണ്? ടെട്രാഡ് ഫോർമേഷൻ ആൻഡ് ക്രോസിംഗ് ഓവർ. ഡിപ്ലോട്ടീൻ. ഡിപ്ലോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോമോലോഗസ് ക്രോമസോമിന്റെ പെയറിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? റിപ്പൾഷൻസ് ഫോം ചെയ്യുന്നു. സിനാപ്റ്റോമിയൽ കോംപ്ലക്സ് ഡിസോൾവ് ചെയ്ത് തുടങ്ങുന്നു എക്സെപ്റ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് ക്രോസ് ഓവേഴ്സ്. അതിനെ നമ്മൾ പറയുന്ന ക്രോസ് ഓവേഴ്സിന്റെ അവിടെ ക്രോസ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? കയാസ്മ. അപ്പൊ കയാസ്മ ഫോർമേഷൻ നടക്കുന്നത് ഡിപ്ലോട്ടീനിലാണ്. റിപ്പൾഷൻ ആൻഡ് കയാസ്മ ഫോർമേഷൻ ആണ് എന്ത്? ഡിപ്ലോട്ടീനിൽ നടക്കുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്? ഡയാകൈനസിസ്. ഡയാകൈനസിസിൽ എന്താണ്? ഉണ്ടായ കയാസ്മ ടെർമിനൽ എൻഡ്സിലേക്ക് പോകും. ഇറ്റ് ഇസ് കോൾഡ് ആസ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ. ഓക്കെ. പിന്നെ എന്താണ്? പ്രോഫേസ് 1 അതോടെ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് മെറ്റാഫേസ് 1. മെറ്റാഫേസ് 1 ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? 2 ഇക്വിറ്റോറിയൽ ഹോമോലോഗസ് ക്രോമസോംസ് അറേഞ്ച് അറ്റ് ദ ഇക്വിറ്റോറിയൽ പ്ലേറ്റ് ഓഫ് ദ സെൽ. അതിൽ പക്ഷെ പ്രത്യേകത എന്താണ്? ഒരു പെയർഡ് ആയിട്ടുള്ള ഹോമോലോഗസ് ക്രോമസോംസ് ആണ്. ഒരു പോളിൽ നിന്നും ഒരു ഹോമോലോഗസ് ക്രോമസോമിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എന്തുണ്ട്? 2 ഇക്വിറ്റോറിയൽ പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് എന്ത്? അനഫേസ് 1. നോ ഡിവിഷൻ ഓഫ് സെൻട്രോമിയർ. സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യത്തില്ല. എന്തുമാത്രമേ ഉണ്ടാവുള്ളൂ? ഹോമോലോഗസ് ക്രോമസോമിന്റെ പെയർ സെപ്പറേറ്റ് ആവും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോംസ്. ടീലോഫേസ് 1 എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ അതുപോലെ തന്നെ ന്യൂക്ലിയോലസ് ഒക്കെ ഫോം ചെയ്യുന്നു, റീഅപ്പിയർ ചെയ്യുന്നു. ഹാപ്ലോയിഡ് സെല്ല് ഫോം ചെയ്യും. ക്രോമസോം നമ്പർ ഹാഫ് ആവും. അതുകൊണ്ട് തന്നെ എന്താണ്? ഹാപ്ലോയിഡ് സെൽ, 2 ഹാപ്ലോയിഡ് സെല്ലുകൾ ഫോം ചെയ്യും സൈറ്റോകൈനസിന് ശേഷം. അടുത്തതാണ് എന്ത്? മിയോസിസ് 2. മിയോസിസ് 2 എന്താണ്? ഇക്വേഷണൽ ഡിവിഷൻ ആണ്. ഇപ്പൊ പ്രോഫേസ് 2 എന്ത് സംഭവിക്കുന്നു? സാധാരണ മൈറ്റോസിസിൽ കണ്ട സാധനങ്ങൾ, സ്പിൻഡിൽ ഫോർമേഷൻ ഉണ്ടാവും, ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയോലസ് ഒക്കെ ഡിസപ്പിയർ ആവും, ഗോൾജി അപ്പാരറ്റസ്, ഇൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ബാക്കി സെൽ ഓർഗനൽസ് ഒക്കെ എന്ത് ചെയ്യും? ഡിസപ്പിയർ ആവും പ്രോഫേസ് 2 ഓഫ് മിയോസിസ് 2. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് എന്ത്? മെറ്റാഫേസ് 2. മെറ്റാഫേസ് 2 മറ്റേ മൈറ്റോസിസിൽ കണ്ട പോലെ തന്നെ ക്രോമസോം എന്ത് ചെയ്യുന്നു? ഇക്വിറ്റോറിയൽ പ്ലേറ്റിൽ വന്ന് അറേഞ്ച് ചെയ്യുന്നു. ഒരു സിംഗിൾ ക്രോമസോമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്?
സിംഗിൾ ഇക്വിറ്റോറിയൽ പ്ലേറ്റ് വരുന്നുള്ളൂ. അനഫേസ് 2 അനഫേസ് 2 സാധാരണ മൈറ്റോസിസിൽ കണ്ട പോലെ തന്നെ സെൻട്രോമിയർ ഡിവൈഡ് ചെയ്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ DNA മെറ്റീരിയൽ എന്താവും, ഹാഫ് ആവും. ക്രോമസോം നമ്പർ എന്താണ്, റിമെയിൻസ് ദ സെയിം. ടീലോഫേസ് 2 എന്താണ്, 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫോം ചെയ്യും. എന്താ ഫോം ചെയ്യുക, 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഇതാണ് മിയോസിസ് 1 മിയോസിസ് 2. ഇതോടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ നമ്മൾ മൈറ്റോസിസ് ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തു. ഇനി മിയോസിസും കഴിഞ്ഞു. ഇതോടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാം. അപ്പോ ഇതാണ് മിയോസിസിൽ മെയിൻ ആയിട്ടും വരുന്നത്. എല്ലാവർക്കും ഒരു വിധം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള വിചാരിക്കുന്നു. നിങ്ങൾ ഒന്നും കൂടി ക്ലാസ് കണ്ടു നോക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ഒക്കെ വെച്ചിട്ടൊന്ന് കോറിലേറ്റ് ചെയ്ത് വായിച്ചു നോക്കുക. ഡൗട്ട്സ് വരുന്ന സമയത്ത് ഇത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഈ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാനൊരു പോസ്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ അത് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് അതിൽ വരുന്ന ഡൗട്ട്സും നിങ്ങൾ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവരും നന്നായി റെസ്റ്റ് എടുക്കുക. ഓക്കെ, ബൈ.